നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ന്യൂസ് അപ്ഡേറ്റ്. ഉപതെരഞ്ഞെടുപ്പുകളിൽ രാഷ്ട്രീയ ഭൂപടം മാറുന്നു. കോൺഗ്രസിന്റെ നിലമ്പൂരിൽ തിരിച്ചുവരവ്. ആം ആദ്മി പാർട്ടിക്ക് ഗുജറാത്തിലും പഞ്ചാബിലും വൻ കുതിപ്പ്. രാജ്യത്തിന്റെ 5 സംസ്ഥാനങ്ങളിലായി നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകളിൽ പ്രധാന രാഷ്ട്രീയ പാർട്ടികൾക്ക് നേട്ടങ്ങളും തിരിച്ചടികളും പങ്കുവെക്കേണ്ടി വന്ന ഒരു തിരഞ്ഞെടുപ്പ് ദിനമാണ് ഇന്ത്യക്ക് പിന്നിലായത്. കേരളത്തിലെ നിലമ്പൂരിൽ നിന്ന് കോൺഗ്രസ് വലിയ തിരിച്ചുവരവിന് തുടക്കമിട്ടപ്പോൾ ആം ആദ്മി പാർട്ടി ഗുജറാത്ത്, പഞ്ചാബ് മേഖലകളിൽ സ്വന്തം നിലപാട് ശക്തമാക്കി. നിലമ്പൂരിൽ കോൺഗ്രസിന്റെ ആര്യാടൻ ഷൌക്കത്ത് 11,077 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CPIM-നെതിരെ ജനങ്ങളുടെ ശക്തമായ ജനവിധിയായിരുന്നു ഇത്. അതേസമയം ലുധിയാനയിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥി സഞ്ജീവ് അരോറ കോൺഗ്രസിന്റെ ഭാരത് ഭൂഷൺ അഷ്നുവിനെ തോൽപ്പിച്ചു. ഗുജറാത്തിൽ നടന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി നേതാവ് ഗോപാൽ ഇറ്റാലിയ BJP സ്ഥാനാർത്ഥിയെ 17,000-ലധികം വോട്ടുകൾ മറികടന്ന് വിജയിച്ചു. ഗുജറാത്തിലെ കാടി നിയോജക മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി രാജേന്ദ്ര ചൌഡ കോൺഗ്രസിനെ വലിയ ഭൂരിപക്ഷത്തിൽ പിന്നിലാക്കി. പശ്ചിമ ബംഗാളിലെ കാലിഗർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിന്റെ അലിഫ അഹമ്മദ് മികച്ച ലീഡ് നിലനിർത്തുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം ഉടൻ പ്രതീക്ഷിക്കുന്നു. കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ.